അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പിയും ക്രീമിയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലില്ലാത്ത പീസാണ് കേട്ടോ. നല്ലോണം കഴുകി വെള്ളമൊക്കെ വാർന്നിട്ട് എടുത്തതാണ്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 250 ഗ്രാം എടുക്കാം. ഞാൻ 1/2 kg എടുത്തിട്ടുണ്ട്. ഞാൻ വേറെയും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 250 ഉള്ളെങ്കിൽ 250 എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഇനി നമുക്കിതിൽ ബാക്കിക്കും വേണം കേട്ടോ. അതാണ് ഞാൻ അവിടെ ബാക്കി എടുത്ത് വെച്ചത്. 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടത്. നമുക്ക് പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ചതച്ചത്, പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒറിഗാനോ നല്ല ടേസ്റ്റാണ് ഒറിഗാനോ ഇട്ട് കൊടുത്താൽ. അതൊരു 1/4 ടീസ്പൂണ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മുളക് പൊടിയൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചിക്കനിലും സോയാ സോസിലും എല്ലാത്തിലും ഉപ്പുള്ള കാരണം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇനി ഒരു വെജിറ്റബിൾ സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 25 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ബട്ടർ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുഞ്ഞ് പീസ് ബട്ടർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് 1 ടീസ്പൂണ് മൈദ. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ. ഇതന്നെ നമുക്കൊരു 10-20 എണ്ണത്തിനുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ ഒരു പേസ്റ്റ് മാതിരി ആയല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണാണ് മൈദ ഇട്ടത്, ഒരു 25 ഗ്രാം പിന്നെ ബട്ടറും. നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് അങ്ങനെ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം മൈദ ആയതുകൊണ്ട് കട്ട കുത്തിപ്പോവും. പിന്നെ പെട്ടെന്ന് ഇത് കുറുകി വരും കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 തൊട്ടിട്ട് 1 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം നമ്മളെല്ലാത്തിലും അത്യാവശ്യം മുളകും കുരുമുളകും ഒക്കെ ഇടുന്നത് കാരണം ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നല്ലോണം മിക്സായി ഇപ്പോൾ ഒന്ന് കുറുകി വന്നല്ലോ. ഗ്യാസ് സ്റ്റവ് ഓഫാക്കിട്ടോ. ഇനി നമുക്ക് ചിക്കന് മസാല തേച്ച് വെച്ചത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. നല്ലോണം എന്താ പറയുക, എണ്ണ ഒഴിക്കണില്ല. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് കുക്കാം, ഒരു 10-20 മിനിറ്റ് കൊണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു വെജിറ്റബിൾ സലാഡ് തയ്യാറാക്കണം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി കട്ട് ചെയ്തെടുത്താണ് ചെറുതായിട്ട്. ഞാനതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒരു 1/2 ക്യാബേജ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കണില്ല. ക്യാബേജ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര്, ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ, 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് എന്ന് വെച്ചാൽ ഉണക്കമുളക് ചതച്ചത്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് സോയാ സോസ്. ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ടത് കാരണം കുറച്ച് ഉപ്പ് കയറി. പിന്നെ ഞാൻ വീണ്ടും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടാണ് ഉപ്പ് പാകാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. കഴിയുന്നതും ഇടണ്ട. പിന്നെ ഇത് കണ്ടോ, അത് മയോണൈസ്. ഞാൻ വെജിറ്റബിൾ മയോണൈസ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2-3 ടേബിൾ സ്പൂണ് മയോണൈസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, ഉണ്ടാക്കി വെച്ച ആ സോസ് ഉണ്ടല്ലോ, മൈദ കൊണ്ട് ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഫുള്ള് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ലൂസാവാൻ വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കൂടുതൽ ഇങ്ങനെ മധുരമുള്ളത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ക്യാബേജും എന്താ പറയുക ഫ്രഷ് ക്രീമും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ.
അപ്പോൾ ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്തു കേട്ടോ ഞാൻ. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ഇതിലേക്ക് ഒരു ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മുഴുവനും ഇതിലേക്കല്ല, ഞാനൊരു ഹാഫ് പോർഷന് കുക്കായി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ സമൂസ ഷീറ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് എന്താ പറയുക, നോമ്പൊക്കെ കഴിഞ്ഞതാണല്ലോ, മിക്കവാറും എല്ലാവരുടെ കയ്യിലും സമൂസ ഷീറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴാണ് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുക. അതല്ലെങ്കിൽ നമുക്ക് സമൂസ ഉണ്ടാക്കണ പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ചെയ്യണത് ഒരു പാക്കറ്റ് ബോക്സ് രൂപത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമൂസ ഷീറ്റ് ഒന്ന് വെച്ചിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാൻ ആ രണ്ടിലും ചെയ്യുന്നുണ്ട് കേട്ടോ. സമൂസ ഷീറ്റ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, ബോക്സ് ആക്കിയിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടോ, കാരണം വെജിറ്റബിൾ കുറവാണല്ലോ, ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കാത്ത കാരണം. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കേക്കിനൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓർഡറുള്ള കേക്കാണ് കേട്ടോ. എന്താ പറയുക, 1.5 ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അത് 2 ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ അവർക്ക് ചെയ്ത് കൊടുത്തു. തീം കേക്കാണ്. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്നു കേക്കുമ്മിൽ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കണ ഓരോ ജോലി തിരക്കിലും നമുക്ക് വേറെയും കുറേ ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ എന്താ പറയുക, ടൈം മാനേജ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ചെയ്തെടുക്കും കേട്ടോ. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ വേറെ സെപ്പറേറ്റ് റൂമുണ്ട്. അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്താ പറയുക, കുറേ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. കാരണം കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാണ്ടാവും, എത്ര ഒതുക്കി പെറുക്കി വെച്ചാലും വീണ്ടും അത് അലങ്കോലമായിട്ട് കിടക്കും. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ റൂമിൽ പോയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട്. അപ്പോൾ അതിൽ സെറ്റാക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ അവർക്കത് ഡെലിവറി ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും സ്നാക്സ് ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ സമൂസ ഷീറ്റ് ഇങ്ങനെ 2 ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ചെയ്ത്, ഞാൻ ചിക്കൻ ഒരു ഹാഫ് പോർഷനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെയ്തിട്ട് നമ്മൾ അടിഭാഗത്തു നിന്നാണ് മടക്കി വരേണ്ടത്. പിന്നെ ഞാൻ മൈദ വെച്ചിട്ട് 1 ടീസ്പൂൺ മൈദയും അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ നമുക്കൊരു പശയായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം അടിഭാഗത്തു നിന്ന് മടക്കുക, എന്നിട്ട് പിന്നെ വീണ്ടും ഗമ്മ് തേച്ച് കൊടുക്കുക ബ്രഷ് കൊണ്ട്, അതല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ട് എന്തുകൊണ്ടെങ്കിലും തേച്ച് കൊടുക്കുക. വീണ്ടും അടുത്ത അടിഭാഗത്തു നിന്ന് മേലേക്ക് മടക്കുക. ഇങ്ങനെ എന്താ പറയുക, ഒരു ബോക്സ് രൂപത്തിൽ പൊട്ടിപ്പോയിട്ടോ കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക അതേപോലെ തന്നെ വെച്ചാൽ റെഡിയായി കിട്ടും. കുറച്ച് പൊട്ടിയെന്ന് വിചാരിച്ചിട്ടൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മടക്കിയെടുക്കുക ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് സമൂസ പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ശരിയായ രൂപം എങ്ങനെയാണ് കേട്ടോ, 2 സമൂസ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ബോക്സ് രൂപത്തിലാക്കിയിട്ടാണ് ഇതിൻ്റെ ശരിയായ രീതി. നമുക്ക് ഓരോ സ്നാക്സിനും ഓരോ നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രീസിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് സിപ്ലോ കവർ ഉണ്ടല്ലോ അതിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു 10-15 ദിവസം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ അരമണിക്കൂർ മുന്നേ പുറത്തേക്ക് വെച്ചാൽ മതി ഫ്രൈ ചെയ്യാൻ. അതെല്ലാം നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചാൽ അപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ മടക്കണം. ആദ്യം അടിഭാഗത്തു നിന്ന് മടക്കി, പിന്നെ 2ാമത്തെ ഷീറ്റ് മടക്കി, ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തു നിന്ന് മടക്കുക. പെട്ടെന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം, പക്ഷെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ കേട്ടോ.
നമുക്കൊരു എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കണതിലേറൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ക്യാബേജും ഞാൻ പറഞ്ഞല്ലോ ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ഫ്രഷ് ക്രീമും ക്യാബേജിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ടത് പുറത്തേക്ക് വെച്ചു, ബാക്കിയുള്ളത് നമ്മൾ ഫ്രീസ് ചെയ്തു. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമ്മിലാക്കി വെച്ചിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട്. ഇത് ഞാൻ സ്പ്രിംഗ് റോളിൽ ചെയ്തെടുത്താണ്, നല്ല ക്രിസ്പി ആയിട്ട്. ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രക്കൊട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.